ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ ചിക്കൻ മക്രോണി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിലേക്ക് ഫസ്റ്റ് ആയിട്ട് വെള്ളം തിളച്ചതിലേക്ക് നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പിടാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഒരു ഭംഗിക്ക് വേണ്ടി, കളറിന് വേണ്ടി ഇടാന്നുള്ളൂ, നിർബന്ധമില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ മക്രോണി ഇടാം. ഞാൻ ഈ ഒരു ടൈപ്പ് മക്രോണിയാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. ഒരു 9-10 മിനിറ്റിൻ്റെ ഉള്ളിൽ കുക്കായിട്ട് വരും. അപ്പോഴൊക്കെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ: ചിക്കൻ, കുറച്ച് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് സോയാ സോസ്, കുറച്ച് വിനീഗർ, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു പാൻ വെച്ച് അതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട്, ഒലിവ് ഓയിലിന് പകരം സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. അതിലേക്ക് നമ്മളെ ചിക്കൻ കുറച്ച് വെച്ചിടാം. ചിക്കൻ നമ്മൾ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ നമ്മളതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് കുറച്ചുകൂടി ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി, ക്യാരറ്റ്, വെളുത്തുള്ളി. അപ്പോൾ ഇതിൽ നമ്മൾ വെളുത്തുള്ളി ഫസ്റ്റ് ഇടാം. വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടാമല്ലോ. അപ്പോൾ നമ്മൾ വല്ലാണ്ട് വഴറ്റി എടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യണമല്ലോ. അതിലേക്ക് നമ്മളെ ക്യാരറ്റും ഉള്ളിയും കൂടി ഇടാം. ഈ വെജിറ്റബിളിന് ആവശ്യമായ കുറച്ച് ഉപ്പിടുന്നുണ്ട്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതിലും മക്രോണിയിലും ഒക്കെ ഉപ്പുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി. പിന്നെ നമ്മൾ സോസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതിലും കുറച്ച് ഉപ്പൊക്കെ വരുമല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പിടാം. എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് സോയാ സോസ് ഒഴിക്കാം. പിന്നെ കുറച്ച് ഷേസ്വാൻ സോസ് ഒഴിക്കാം. ഷേസ്വാൻ സോസിന് പകരം നമ്മൾ ചില്ലി സോസ് ഉപയോഗിച്ചാലും മതി. കുറച്ച് കെച്ചപ്പ്, ടൊമാറ്റോ സോസില്ലേ, അത് ഒഴിക്കുക. ടൊമാറ്റോ സോസ് ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിന് മക്രോണി ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇടാം. മല്ലിയില ഇട്ടാലാണ് നല്ലൊരു ഫ്ലേവർ വരുള്ളൂ. മല്ലിയില ഇതിലേക്ക് നിർബന്ധമെന്ന് തന്നെ പറയാം. അപ്പോൾ ഓക്കെ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ മക്രോണി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.